ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഈശോ നിന്നെ നിൻ്റെ ജീവിതത്തെയൊക്കെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഈശോ ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇടുകയാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനം. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങളിതൊന്നും ഗ്രഹിക്കുന്നില്ലേ? ഈശോയുടെ കൂടെ നടന്നപ്പോൾ അവർ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നുണ്ട്. ഈശോയുടെ പഠനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ടും ഇവർ പലപ്പോഴും പല രീതിയിലാണ് പ്രതികരിക്കുക. നൽകപ്പെട്ടതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം ശിഷ്യന്മാരിൽ നിന്ന് വരുന്നില്ല. അവരുടെ വാക്കിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, ജീവിതശൈലിയിലാകട്ടെ. അതുകൊണ്ട് ഈശോ അത്ഭുതത്തോടും അല്പം ദേഷ്യത്തോടും കൂടി എന്ന് വേണം നമുക്ക് പറയാം. അവർ ചോദിക്കുക, നിങ്ങളിത് ഗ്രഹിക്കുന്നില്ലേ? അതവിടെ നിൽക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നീ നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കണം. ദൈവത്തെക്കുറിച്ചൊക്കെ നീ അറിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എത്രത്തോളം അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്? എത്രത്തോളം പ്രാർത്ഥന നിനക്കറിയാം? ബൈബിളൊക്കെ നീ എത്രത്തോളമൊക്കെ വായിച്ചിട്ടുണ്ട്? നീ ശരിക്കും നിൻ്റെ കർത്താവിനെ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രാർത്ഥനയിലും ചിന്തയിലും ജീവിതത്തിലും എല്ലാ ശൈലികളിലും കടന്നു വരണം. ഒന്നൊന്ന് ചിന്തിച്ച് നോക്കണേ, ഒന്ന് വിലയിരുത്തി നോക്കണമേ. കർത്താവ് നിന്നിൽ എത്രത്തോളം ജീവിക്കുന്നു? നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, നിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ നിന്നെ ഓരോ ദിവസം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. സകലവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ജീവിതത്തെ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റിക്കൊടുക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിന്റെ സർവ്വം നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ